പ്രിയ കർഷകരെ നമസ്കാരം. ഞാൻ ഷാജുദ്ദീൻ ഉള്ളാട്ടിൽ. നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡ് നിർമ്മാണവും അതുപോലെ കൂടിൻ്റെ ഇൻസ്റ്റാളേഷനുമാണ്. ഒരു കർഷകൻ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു അത്യാവശ്യ ഘടകമാണ് സ്റ്റാൻഡും അതിൻ്റെ ഇൻസ്റ്റാളേഷനും. അപ്പോൾ സ്റ്റാൻഡ് എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളത് ഞാൻ നിർമ്മിച്ചൊരു ശൈലി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഓരോ വ്യക്തികൾക്കും അവരുടെ ഐഡിയയിൽ എങ്ങനെയാണോ ആ രീതിയിലൊക്കെ സ്റ്റാൻഡ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഈ തോട്ടത്തിൽ നിങ്ങൾ നോക്കിയാൽ മരത്തിൻ്റെ കാലുകൊണ്ട് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, PVC പൈപ്പിലും സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. മരത്തിൻ്റെ കാലിലും PVC പൈപ്പിലൊക്കെ നമ്മളെ ഐഡിയ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ PVC പൈപ്പിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡാണ് നിങ്ങൾക്ക് ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു 1.25 ഇഞ്ച് പൈപ്പാണ്. 1.25 ഇഞ്ച് പൈപ്പിൽ കോൺക്രീറ്റ് നിറച്ചിട്ടുള്ളതാണ്. അപ്പോൾ കോൺക്രീറ്റ് നിറക്കുന്നതിൻ്റെ മുന്നേ ഒരു കമ്പി H രൂപത്തിൽ ഒരു കമ്പി ഉണ്ടാക്കി ആ കമ്പിയുടെ സെൻറ്ററിൽ നിന്ന് അടിയിലേക്കൊരു കാല് കൊടുത്തതാണ്. ഓക്കെ, H രൂപത്തിൽ കമ്പി വെൽഡ് ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് അടിയിലേക്കൊരു കാല്, ആ കാല് പൈപ്പിനകത്ത് ഇറക്കി വെച്ചിട്ട് ഇത് കോൺക്രീറ്റ് ചെയ്തതാണ്. അങ്ങനെയാണ് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെറും ഒരു കമ്പി മാത്രമേ ഉള്ളൂ, H ഷേപ്പുള്ളൊരു കമ്പി. ഇത് തുരുമ്പ് വരാതിരിക്കാൻ ഒരു നല്ല പ്രൈമറോ പെയിൻറ്റോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. ഇത് കോൺക്രീറ്റ് ആയിരിക്കണം എന്ന് മാത്രം. കോൺക്രീറ്റ് നിറച്ചാൽ ഈ പൈപ്പിന് ഒന്നുകൂടെ സ്ട്രോങ് ആയി. ഓക്കെ, അതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കാലിൻ്റെ ടോട്ടൽ നീളം 90 സെൻറ്റിമീറ്റർ ആണ്. ഈ കാലിൻ്റെ ടോട്ടൽ നീളം 90 സെൻറ്റിമീറ്റർ ആണ്. 90 സെൻറ്റിമീറ്ററുള്ള ഒരു പൈപ്പിൽ വേണം, അല്ലെങ്കിൽ ഏത് കാലായിക്കോട്ടെ 90 സെൻറ്റിമീറ്റർ മതി. ഇനി വേണമെങ്കിൽ 1 മീറ്റർ എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ ഒരു കാലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ കാലിൽ ഇവരുടെ മെയിൻ ശത്രുക്കളായ ഉറുമ്പ് കയറാതിരിക്കാനുള്ള ഒരു സജ്ജീകരണമാണ് ഇപ്പോൾ ഈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് റെഡ്യൂസറാണ്, നിങ്ങൾക്കറിയാം. ഇതുപോലെ ഒരു റെഡ്യൂസർ വാങ്ങി അതിൽ ഒട്ടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെ വെള്ളം നിർത്തും. ഇതേപോലെ വെള്ളം നിർത്തിക്കഴിഞ്ഞാൽ ഉറുമ്പ് യാതൊരു കാരണവശാലും ഇതിലേക്ക് ടച്ച് ആവില്ല. ഉറുമ്പ് ഇവിടെ വന്ന് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് വേണം ഇതിൽ കയറാൻ. അപ്പോൾ ഉറുമ്പ് കയറാതിരിക്കാനുള്ള ഒരു ഉറുമ്പ് പ്രൊട്ടക്ഷനും കൂടിയാണ് ഈ ഒരു റെഡ്യൂസർ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇത് ലേശം എക്സ്പെൻസീവാണ്. റെഡ്യൂസറിന് നല്ല വില ഉണ്ട്. നിങ്ങൾക്ക് ഒരു 1-2 കൂടൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല രസകരമായിട്ട് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള മറ്റൊരു കാലാണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് H രൂപത്തിലല്ല ഞാൻ ഇതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ സെൻട്രലിലത്തെ കണക്ഷൻ ഒരു നേരെ അടിയിലേക്ക് ഒരു ചെറിയ കമ്പി, ഒരു 10-15 സെൻറ്റിമീറ്ററിൽ ഒരു കമ്പി ഇട്ടിട്ടേ ഉള്ളൂ. എന്നിട്ട് അതിൽ കോൺക്രീറ്റ് നിറച്ചുള്ളത് വേസ്റ്റ് പൈപ്പുകളുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഓരോരുത്തരുടെ ഐഡിയയിൽ നമുക്ക് കൂടുണ്ടാക്കാമെന്ന്. ഇനി ഇത് കുഴിച്ചിടുമ്പോൾ ഞാൻ പറഞ്ഞു ഈ കാലിന് 90 സെൻറ്റിമീറ്റർ വേണമെന്ന്. 90 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്ററിൽ നിങ്ങൾ കാലെടുത്തു കഴിഞ്ഞാൽ ആ കാലിനെ കുഴിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആരാണോ ഈ കൂട് ഹാൻഡിൽ ചെയ്യുന്നത് അവരവരുടെ ഹൈറ്റ് കറക്റ്റ് ചെയ്തുകൊണ്ട് ശരിക്കും നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലെ ഇതിൻ്റെ സ്റ്റാൻഡ് വരാൻ പാടും. അപ്പോഴാണ് കൂട് ഇതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് നിന്നിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് പ്രത്യേകം കർഷകൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂട് ഒരിക്കലും ഹൈറ്റിൽ കുഴിച്ചിടാൻ പാടില്ല. ഹൈറ്റിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ നിന്നിട്ട് കൂട് കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ ഒരിക്കലും വരാൻ പാടില്ല. അപ്പോൾ കൂട് ഈ സ്റ്റാൻഡ് കുഴിച്ചിടുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈറ്റ് നിങ്ങൾക്ക് മിനിമം 90 സെൻറ്റിമീറ്റർ, 80 സെൻറ്റിമീറ്റർ കുറയാതെ കാലെടുക്കണം, അത്ര ഇതിലുള്ളൂ. ഇതിലും ഞാൻ ചെയ്തിരിക്കുന്നത് ഉറുമ്പ് കയറാതിരിക്കാനുള്ളൊരു ടെക്നിക്കാണിത്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ലൈറ്റിനകത്ത് വരും, നമ്മളെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ബോർഡിനകത്തേക്ക് നമ്മൾ ലൈറ്റ് ഇടുമല്ലോ, LED ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന അതിൻ്റെ ബാക്ക് കവറാണ്. അപ്പോൾ ഇതൊക്കെ വേസ്റ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിലും നമുക്ക് എന്ത് ചെയ്യുക, വെള്ളം ഇതേപോലെ നിർത്താൻ പറ്റും. ഇതേപോലെ വെള്ളം നിർത്താൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേസ്റ്റ് സാധനങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഹൈവിൻ്റെ, അതായത് തേനീച്ചക്കൂടിൻ്റെ കാല് നിർമ്മിക്കേണ്ടത്. ഓക്കെ, ഇനി മറ്റൊരു നിർമ്മാണം മരത്തിലാണ്. മരത്തിൻ്റെ വേസ്റ്റ് കാലുകൾ ഒരു 80 സെൻറ്റിമീറ്റർ നീളമുള്ള കാല്, അത് വളഞ്ഞ് പൊളഞ്ഞാലൊന്നും പ്രശ്നമില്ല. ആ കാലെടുക്കുക, അതിനൊരു പലക കട്ട് ചെയ്യുക. ആ പലകയുടെ അളവ് എന്ന് പറയുന്നത് ഒരു 4 ഇഞ്ച് വീതിയും 6 ഇഞ്ച് നീളേ പാടുള്ളൂ. കാരണം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കൂടിൻ്റെ പുറത്ത് ഭാഗത്തേക്ക് ഇതിൻ്റെ ഇരിക്കുന്ന സ്റ്റാൻഡ് പോകാൻ പാടില്ല, അതിനകത്ത് വേണം ഒതുങ്ങാൻ. കാരണം മഴ പെയ്യുമ്പോൾ ഈ സ്റ്റാൻഡിൽ വെള്ളം വീണ് കൂടിലേക്ക് തെറിച്ച്, മാത്രമല്ല അതിൻ്റെ അടിപ്പലകയിൽ മുഴുവൻ കച്ചറായി പുഴുക്കളും കീടങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട്
നമ്മൾ സ്റ്റാൻഡിൻ്റെ ഇത് അടിക്കുമ്പോൾ എപ്പോഴും ഇതൊരു 4-6 അടിക്കുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ഇതൊക്കെ കമ്പിയിലായതുകൊണ്ട് ഇതിലൊന്നും വരാൻ സാധ്യതയില്ല. കമ്പിയൊക്കെ വളരെ സേഫ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ 3 വർഷമായ ഒരു കാലമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. 3 വർഷമായിട്ട് ഇതിനെ യാതൊരു മെയിൻ്റെനൻസും ഇല്ലാതെ തന്നെ ഒരു കുഴപ്പം വരാതെ നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ മരത്തിൻ്റെ കാലിൽ നമ്മൾ പഠിച്ചു. മരത്തിൻ്റെ കാലിൽ നമ്മൾ പലക ആണി അടിച്ചിട്ട് ചെയ്താൽ മതി. മരത്തിൻ്റെ കാലിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഉറുമ്പ് പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റില്ല, വെള്ളം നിർത്തിയിട്ടുള്ള ഒരു സംഭവം പറ്റില്ല. ഇനി ഈ വെള്ളം നിർത്തുന്നതിൽ വെള്ളം തന്നെ നിർത്തിക്കൊള്ളണം എന്നില്ല. അതിൽ നിങ്ങൾക്ക് കരിയോയിൽ ഒഴിക്കാം. കരിയോയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കുറേ കാലം വെള്ളമാകുമ്പോൾ എന്നും ബാഷ്പമായി പോകും. പക്ഷേ ഇതിന് രണ്ടിനും ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വെള്ളമാണ് നിങ്ങൾ ഒഴിക്കുന്നതെങ്കിൽ ഈച്ചക്ക് കുടിക്കാനുള്ള വെള്ളം അതിൽ നിന്ന് കിട്ടും. ഈച്ചക്ക് ധാരാളം വെള്ളം വേണം ചൂടുകാലത്ത്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം അവരതിൽ നിന്ന് സെലക്ട് ചെയ്യും. മറിച്ച് കരിയോയിലാവുമ്പോൾ അതിലൊക്കെ വീണ് ചാവാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ കരിയോയിലിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് കാലം പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കണ്ട, അതങ്ങനെ അതിൽ നിന്നുള്ളൂ. വെള്ളമാകുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ കുറേശ്ശെ അതിൽ ആഡ് ചെയ്യേണ്ടി വരും. കാരണം അത് ബാഷ്പമായിട്ട് പോകും, വെള്ളം ബാഷ്പമായിട്ട് പോകുന്നതും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി മരത്തിൻ്റെ കാലാവുമ്പോൾ അതിൽ നിങ്ങൾക്കൊന്നും പിടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഒന്നുകിൽ മരത്തിൻ്റെ കാല് കുഴിച്ചിടുന്ന ഭാഗത്ത് നിങ്ങൾക്കൊരു ചെറിയ ഫൗണ്ടേഷൻ കോൺക്രീറ്റിൽ ഉണ്ടാക്കി അതിൽ വെള്ളം നിർത്താം. പക്ഷെ അതൊക്കെ എക്സ്പെൻസീവാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ പ്രകാരം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രീസ് എടുത്ത്, ഗ്രീസോ കരിയോയിലോ ഈ മരത്തിൻ്റെ സെൻറ്ററിൽ ഒരു 3 വിരൽ വീതിയിൽ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഉറുമ്പ് കയറാതെ അങ്ങനെയും നമുക്ക് സംരക്ഷിക്കാം. സത്യത്തിൽ എൻ്റെ കൂടുകൾക്കൊന്നും ഇതൊന്നും ചെയ്യുന്നില്ല. അത് നമുക്ക് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് വരും കാലം ചാപ്റ്ററിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ കൂട് ഇൻസ്റ്റാളേഷനിലേക്ക് കടക്കാൻ പോകണം. അപ്പോൾ കൂട് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതായത് കൂട് സ്റ്റാൻഡിൽ വെക്കുന്ന അതാണ് കാണിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു കയറാണ്. അത് പ്ലാസ്റ്റിക് ആണെങ്കിൽ വളരെ നല്ലത്. ഓക്കെ, അത് നിങ്ങളെ ചോയ്സാണ്, എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റാൻഡിനോട് ആദ്യം ഈ കയറിനെ ബന്ധിപ്പിക്കണം. ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ ബന്ധിപ്പിച്ച് നിങ്ങൾക്ക് ഈ കയറിനെ ഇടാം. ഇതേപോലെ 2 സൈഡിലേക്ക് തൂങ്ങി കിടക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഈ കയറ് കെട്ടാം. അതല്ലെങ്കിൽ കയറിനെ ഫ്രീ ആയിട്ടും വെക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കൂട് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതിൻ്റെ അടിപ്പലക, ബ്രൂട്ട് ചാമ്പർ, ഹണി ചാമ്പർ, അതുപോലെ തന്നെ ഇതിൻ്റെ കവർ, അടപ്പ്, ഇതെല്ലാം ഫ്രീ ആണ്, ഒന്നും ബന്ധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എപ്പോൾ കൂട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിലും കെട്ടൽ മസ്റ്റാണ്, നിർബന്ധമാണ്. അപ്പം ഇനി നമ്മളത് ചെയ്യാൻ പോണ്. അപ്പോൾ കൂടിനെടുത്തു, നമ്മൾ സ്റ്റാൻഡിലേക്ക് വെച്ചു. സ്റ്റാൻഡിൽ വെച്ച് നമ്മളെ കൈ വിരൽ കൊണ്ട് ആ സ്റ്റാൻഡിൻ്റെ അതിർത്തി ഒന്ന് നോക്കണം, ഒരേപോലെയാണോ ഇരിക്കുന്നതെന്ന് ഒന്ന് മോണിറ്റർ ചെയ്യണം. ഇതുപോലെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഒരേപോലെ അല്ലെങ്കിൽ ഇപ്പോൾ അത് ഇങ്ങോട്ട് സൈഡിലേക്കൊക്കെ ആണെങ്കിൽ കൂടി ഇങ്ങോട്ട് ചെരിഞ്ഞ് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് കറക്റ്റ് സെൻറ്ററിലല്ലേ എന്ന് നിങ്ങളൊന്ന് മേക്ക് ഷുവർ ചെയ്യണം. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കൂട് അതിലിരുന്നു. ഇപ്പോൾ ഈ കൂട് ഞാൻ പറഞ്ഞൊരു 3 വർഷം പഴക്കമുള്ള ഒരു സ്റ്റാൻഡിലാണ് നമ്മൾ ഈ കൂട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മളിനി ഈ പറഞ്ഞ ഈ കയർ ഉപയോഗിച്ചിട്ട് ബന്ധിപ്പിക്കാൻ പോകണം. സാധാരണ നമ്മൾ കയർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുമ്പോൾ നമ്മൾ സ്റ്റാൻഡിനോട് കൂടി വേണം കെട്ടാൻ. അപ്പോൾ സ്റ്റാൻഡിൻ്റെ അടിയിലൂടെ ഈ കയറെടുക്കണം. കയറെടുത്ത് ഒരു കോർണറിൽ ഈ കയറിനെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് തേനീച്ചക്കൂട് സാധാരണ കെട്ടുന്ന ഒരു സ്റ്റൈൽ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ സാധാരണ കെട്ടുന്ന രൂപത്തിലൊക്കെ കെട്ടാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അതിനേക്കാളും സ്ട്രോങ്ങും ഈസി ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ വെച്ചിട്ട് കയറിനെ നന്നായി ടൈറ്റാക്കി ഒരു ചുറ്റ്, ഇതുപോലെ 2 ചുറ്റിയിട്ട് ഈ കയറിനെ ഇങ്ങനെയും അതുപോലെ ഈ കയറിനെ ഇതുപോലെയും കൊടുത്താൽ ഇത് നല്ല ടൈറ്റായിട്ട് അവിടെ നിന്നോളൂ. ഇങ്ങനെയാണ് നമ്മൾ കൂടിനെ സ്റ്റാൻഡുമായിട്ട് ബന്ധിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കൂട് നിങ്ങൾക്ക് തുറക്കണം എന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ഈ കയറിനെ ഇതുപോലെ എടുത്ത് ഈ കയറിനെടുത്താൽ കൂട് ലൂസായി, അല്ലെങ്കിൽ ഈ കൂട് വളരെ ടൈറ്റായിട്ട് ഈ ഇതിലിരിക്കും ചെയ്യും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഇതിൽ കാണിക്കാൻ കാരണം, തുടക്കത്തിൽ ഞാൻ വളരെ കൺഫ്യൂഷനായ ഒരു സംഭവമാണ് ഈ എങ്ങനെ കൂട് ബന്ധിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അന്ന് കർഷകരെ പോയി വിസിറ്റ് ചെയ്തപ്പോൾ അവരിൽ നിന്ന് കണ്ടുപഠിച്ചതാണ് ഈ ഒരു സിസ്റ്റം. ഏറ്റവും നല്ല സിസ്റ്റവും ഇതാണ്. ഇതുപോലെ ഇതിങ്ങോട്ടാണെങ്കിൽ ഇതിനെ ഇങ്ങോട്ടും, 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം ഇത് ചെയ്യാൻ, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. സോ ഇത് നല്ല സ്ട്രോങ് ആയി നിങ്ങൾക്കറിയാം, ഒരിക്കലും കൂട് വീഴൂല. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡ് നിർമ്മാണവും കൂട് ഇൻസ്റ്റാളേഷനും. നന്ദി, നമസ്കാരം. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ ചാപ്റ്ററുകളും മുടങ്ങാതെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ അമർത്തുക.
നന്ദി, നമസ്കാരം.